പല ദിവസങ്ങളിലും ഈ വാർത്ത മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വാർത്ത ഒരു സ്ഥിരം വാർത്തയെ തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്നിപ്പോൾ എന്തായാലും ലത്തീൻ അതിരൂപത രംഗത്തെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നടക്കുന്നത് സർക്കാരും അദാനിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും മത്സ്യത്തൊഴിലാളികളെ സർക്കാർ വഞ്ചിച്ചു എന്നുമാണ് ഫാദർ യൂജിൻ പെരേര പറയുന്നത്. പ്രളയത്തിൽ കൈയിട്ടിടിച്ച മുഖ്യമന്ത്രിയെ രക്ഷിച്ചത് മത്സ്യത്തൊഴിലാളികളാണെന്ന് ഓർക്കണമെന്നും കുഡാലെ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും യൂജിൻ പെരേര പറഞ്ഞു. സർക്കാരിന് ഒരു ചെലവുമില്ലാത്ത ഒരു പരിഹാരം അദാനിയെ കൊണ്ട് ചെയ്യിക്കാൻ പോലും ഈ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്. അത്തരം അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാൾക്കാണ് വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന പരവതാനി വിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഈ കുഡാലയെ കൊണ്ടാണല്ലോ പഠനം നടത്തിയത്, ആ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവിടാത്തത് വസ്തുതകൾ മറച്ചു വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തുകളിയുടെ കള്ളക്കളികളൊക്കെ പുറത്തു വരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് ഈ സാധാരണ പാവപ്പെട്ട ആളുകൾ, ധാരാളം പാവപ്പെട്ട ആളുകളെയൊക്കെ പറ്റിച്ച് കബളിപ്പിച്ച് ഇത്തരം പദ്ധതികൾ അത് മുന്നോട്ട് പോകത്തില്ല. മുതലപ്പുഴയിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി നിയമസഭയിലേക്ക് കേരള കാത്തലിക് അസോസിയേഷൻ ഇന്ന് മാർച്ച് നടത്തും. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു ശ്രീധർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തുടർച്ചയായി നമ്മളടക്കമുള്ള ചാനലുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പൊലിഞ്ഞു. ഈ വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വിക്ടറിന്റെ ജീവൻ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനു മുൻപ് തന്നെ ഇന്നലെ തന്നെ ഈ കാത്തലിക് അസോസിയേഷൻ ഈ പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വിക്ടറിന്റെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഈ പ്രതിഷേധത്തെ കൂടുതൽ വൈകാരികമായി മാറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ മാർച്ച് നടക്കുക? എന്താണ് ഫാദർ യൂജിൻ പെരേര പറയുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും കഴിഞ്ഞ ദിവസം യൂജിൻ പെരേരയുടെ പ്രതികരണം നമ്മൾ എടുക്കുമ്പോഴും ഈ ഒരു പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് തീരുമാനിക്കുമ്പോഴും ഇങ്ങനെ ഒരു അപകട മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും ഇപ്പോൾ ഒരു മരണം മുതലപ്പുഴയിൽ നടന്നിരിക്കുന്നു. ഏകദേശം 80-ലധികം പേരാണ് മുതലപ്പുഴയിൽ മരിച്ചു എന്നുള്ള അനൌദ്യോഗിക കണക്കുള്ളത്. ഔദ്യോഗിക കണക്ക് തയ്യാറാക്കാൻ പോലും സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ്. 164 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ അവിടെ നടത്തുന്നതിന് വേണ്ടി, വികസന പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. ഒപ്പം ട്രഡ്ജിംഗ് നടത്തുന്നതിന് വേണ്ടി അദാനിയുടെ കമ്പനിയെയും ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അവിടെ നടന്നില്ല എന്നുള്ളതാണ്. വിഴിഞ്ഞം അതുപോലെ തന്നെ മുതലപ്പുഴ വിഷയങ്ങളിൽ രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ലത്തീൻ സഭയുടെ വികാരി കൂടിയായിട്ടുള്ള ഫാദർ യൂജിൻ പെരേരയാണ് ഇന്നിപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരും അദാനിയും തമ്മിൽ ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ്. അദാനിക്ക് വേണ്ടി ഇവർ ഒത്തുകളിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കൈയിട്ടടിച്ച്, അതായത് പ്രളയത്തിൽ കൈയിട്ടടിച്ച മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരെയും രക്ഷിച്ചത് കേരള സൈന്യമെന്ന് സർക്കാർ തന്നെ പറഞ്ഞ മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിഴിഞ്ഞത്ത് അതായത് പാരിസ്ഥിതിക ആഘാതം പഠിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന കുഡാലെ കമ്മിറ്റി റിപ്പോർട്ടാണ് സർക്കാർ ഇപ്പോൾ പൂഴ്ത്തിവെക്കുന്നത്. ഒരു കാരണവശാലും അത് പുറത്തുവിടുന്നില്ല. കൃത്യമായി തന്നെ പുറത്തുവിടണം എന്നുള്ളതാണ്. നമുക്കറിയാം, വിഴിഞ്ഞ പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സമയത്താണ് ലത്തീൻ സഭ പരസ്യമായി തന്നെ വിമർശനവുമായി മുന്നോട്ട് വയ്ക്കുന്നത്. വിഴിഞ്ഞം പ്രതിഷേധ സമരം ഒത്തുതീർപ്പിലേക്ക് പോകുമ്പോൾ 7 ആവശ്യങ്ങളാണ് ലത്തീൻ സഭ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ ഒന്നുപോലും പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പ്രതിഷേധ സ്വരവും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച് കൂടി ലത്തീൻ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും കടലിനും ചെകുത്താനും ഇടയ്ക്കാണ് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളതാണ്. കടൽ എന്താണെന്ന് നമുക്കറിയാം, ചെകുത്താൻ ആരാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കടലിനും ചെകുത്താനും ഇടയിലൂടെയാണ് സംസ്ഥാന സർക്കാർ, മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് എന്നുള്ളതാണ് യൂജിൻ പെരേര പറയുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. 11 മണിയോട് കൂടിയാണ് KLCAയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ റിനു, നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം. മുതലപ്പുഴയിൽ സംഭവിച്ചത് വളരെ ദാരുണമായ സംഭവമാണ്. ഈ വിഷയത്തിൽ തുടർച്ചയായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുന്നു. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വിഷ്ണു ഇപ്പോഴും തുടരുന്നുണ്ട് മുതലപ്പുഴയിൽ. ഇന്നിപ്പോൾ വിക്ടറിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി കാത്തലിക് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിക്ടറിന്റെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിവൈകാരികമായ നിമിഷങ്ങളാണ് മുതലപ്പുഴയിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ കാണുന്നത്. പക്ഷേ ഓരോ മരണവും കഴിഞ്ഞ് സംസ്കാര ചടങ്ങ് അവസാനിക്കുന്നതോടുകൂടി ആ ശ്രദ്ധ അവിടെ അവസാനിക്കുന്നു. നേരത്തെ
സർക്കാർ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം മുതലപ്പുഴയിൽ ലംഘിക്കപ്പെടുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം.